കോതമംഗലം ലവ് ജിഹാദ് സംഭവത്തെ അപലപിച്ച് കേരള സ്റ്റോറി സംവിധായകൻ സുദീപ് തോസൻ കേരള സമൂഹം വർഗീയവൽക്കരിക്കപ്പെടുന്നുവെന്നും സിനിമയിലൂടെ ഇത് പറഞ്ഞപ്പോൾ പ്രൊപ്പഗൻഡ എന്നും വിമർശിച്ചു. പ്രണയത്തിന്റെ പേരിൽ പെൺകുട്ടികൾ മതം മാറണം എന്ന് നിർബന്ധിക്കുന്നു. വിദ്യാസമ്പന്നരായ സമൂഹം എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ലെന്നും സത്യം മനസ്സിലാക്കാൻ തയ്യാറാകണമെന്നും സുദീപ്. അതേസമയം സംഭവം വേദന Ernakulam girl Sona committed suicide, and the perpetrator was her live-in partner, boyfriend. Now or is some part of the whole event. നമുക്കറിയാം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഇവിടെ എത്ര വലിയൊരു പൊളിറ്റിക്കൽ സമ്മർദ്ദ തന്ത്രമാണ് അവർ ഉപയോഗിച്ചത്. രണ്ട് ഇടത് പാർട്ടികളും. ഇന്നൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ആ പെൺകുട്ടിക്ക് നീതി വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കന്യാസ്ത്രീ വിഷയത്തിൽ ഇടപെട്ട ഒരു മതമേലധ്യക്ഷന്മാരില്ല, രാഷ്ട്രീയക്കാരില്ല. അതിനു വേണ്ടിയിട്ട് പെട്ടിയും തൂക്കി ഛത്തീസ്ഗഡിൽ പോയിട്ടുള്ള നമ്മുടെ MP-മാരില്ല, ആരുമില്ല. ആർക്കും വായ തുറക്കണ്ട. അതിൽ നഷ്ടപ്പെട്ടത് ആ കുട്ടിക്കും ആ കുട്ടിയുടെ അമ്മയ്ക്കും സഹോദരനും മാത്രമാണ്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുകയാണ് കോതമംഗലം ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. എത്രത്തോളം ഗുരുതരമാണ് ഇപ്പോൾ നിലവിൽ കേരള സമൂഹം വർഗീയവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ്. എന്താണ് ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? രോഹിണി, ഈ കോതമംഗലത്തെ ഈ കൺവേർഷൻ ജിഹാദ് എന്ന് പറയുന്ന ആ സംഭവം അത് ദേശീയ ശ്രദ്ധയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അതായത് ഇത്തവണത്തെ ദേശീയ അവാർഡ് ജേതാവും കേരള സ്റ്റോറിയുടെ സംവിധായകനുമായ സുദീപ് തോസൻ ഈ വിഷയത്തിൽ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം ആ സംഭവത്തെ അപലപിച്ചിരിക്കുന്നു. കേരള സമൂഹം വർഗീയവൽക്കരിക്കപ്പെട്ടെന്നും ഭൂരിപക്ഷവും ഇത് തിരിച്ചറിയുന്നില്ല എന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. തങ്ങൾ സിനിമയിലൂടെ ഇക്കാര്യം തുറന്നു കാട്ടിയപ്പോൾ പ്രൊപ്പഗാൻഡ എന്ന് പറഞ്ഞ് തങ്ങളെ വിമർശിച്ചു. പ്രണയ സാക്ഷാത്കാരത്തിനായി മതം മാറണം എന്നാണ് നിർബന്ധിക്കുന്നത്. കേരളം പോലെ വിദ്യാസമ്പന്നരായ സമൂഹം ഇത് എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നും അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രണയത്തിന്റെ പേരിൽ പെൺകുട്ടികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതും മതം മാറ്റപ്പെടുന്നതും കേരളത്തിൽ സർവ്വസാധാരണമായിരിക്കുന്നു എന്നും സത്യം മനസ്സിലാക്കാൻ കേരള സമൂഹം തയ്യാറാകണമെന്നും ഈ സുദീപ് തോസൻ ഇപ്പോൾ വ്യക്തമാക്കുകയും അതേസമയം കേരള സ്റ്റോറിയുടെ കഥാകൃത്ത് കൂടിയായ അംബിക JK പറയുന്നത് കോതമംഗലത്തെ സംഭവം വേദനാജനകവും പരമാവധി ബോധവൽക്കരണം ഇക്കാര്യത്തിൽ ആവശ്യം വേണ്ടതുമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ വിഷയത്തിൽ ഇടപെട്ട മതമേലധ്യക്ഷന്മാരോ രാഷ്ട്രീയക്കാരോ ഉൾപ്പെടെയുള്ള ആരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് കേരള സ്റ്റോറിയിലൂടെ എന്താണോ സുദീപ് തോസനും അംബിക JKയും പറയാൻ ഉദ്ദേശിച്ചത് അത് ഇന്നും കേരള സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഒരു ക്രൈസ്തവ പെൺകുട്ടിയെ പ്രണയം നടിച്ച് മതപരിവർത്തനത്തിന് ശ്രമിച്ചു, കെട്ടിയിട്ട് മർദ്ദിച്ചു, മതം മാറുന്നതിന് തയ്യാറാകാത്തതിൻ്റെ പേരിൽ അവളെ വളഞ്ഞിട്ട് ആക്രമിച്ചു, കെട്ടിയിട്ട് ശരീരമാസകലം മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. ശേഷം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാണ്. ഈ നിമിഷം വരെ നമ്മൾ ഇന്നലെ CBCIയുടെ ആസ്ഥാനത്ത് പോയിരുന്നു ഡൽഹിയിലെ. അവരോട് ഇത് സംബന്ധിച്ച ഒരു പ്രതികരണത്തിനാണ് പോയത്. പക്ഷേ ഈ നിമിഷം വരെ പ്രതികരിക്കാൻ CBCIയിലെ ഒരാൾ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. അവിടുത്തെ മീഡിയ ചുമതലയുള്ള ഫാദർ ബിജു എന്നയാളെ നമ്മൾ ഇന്നലെ പോയി കണ്ടിരുന്നു. അദ്ദേഹം അടക്കം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിന് തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാകും. ഛത്തീസ്ഗഡിലൊക്കെ ഈ CBCI ആസ്ഥാനത്തു നിന്നും ഇറക്കിയ പ്രസ്താവനകൾ എത്രത്തോളമാണെന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ അവരുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി, ഒരു ക്രൈസ്തവ പെൺകുട്ടി ഇത്തരത്തിൽ ലവ് ജിഹാദിന് ഇരയായി